ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സതുദ്ദേശപരമായി ആരംഭിച്ച മാറാട്ടെ സ്പർശം പദ്ധതി നാമാവശേഷമാവുന്നു. ഏകോപനമില്ലായ്മയും ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയുമാണ് ഈ മഹത്തായ സംരംഭം തകർച്ചയിലേക്ക് നയിച്ചത്. രണ്ടാം ഘട്ടം സ്പർശം പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസം പിന്നിട്ടിട്ടും ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സംസ്ഥാനതല കർഷക ദിനാചരണവും കാർഷിക അവാർഡ് വിതരണവും കോഴിക്കോട്ട്. 4 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികൾ. മേമുണ്ടയിൽ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം. മജീഷിനടക്കം 3 പേർ പോലീസ് പിടിയിൽ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെ കള്ളുചെത്ത് തൊഴിലാളികൾ ഷാപ്പിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനതല കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും കോഴിക്കോട്ട് നടക്കും. ഓഗസ്റ്റ് 16-ന് മറൈൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഘോഷയാത്ര, കാർഷിക വിപണന മേളകൾ, സെമിനാറുകൾ കൂടാതെ സംഗീത നൃത്ത പരിപാടികളും 4 ദിവസങ്ങളിലായി നടക്കും. രാഷ്ട്രീയ, സാമൂഹ്യ, കലാ, സാംസ്കാരിക രംഗങ്ങളിലെ വിശിഷ്ട വ്യക്തികൾ സംബന്ധിക്കും. ഈ വർഷത്തെ സംസ്ഥാനതല കർഷക ദിനാചരണവും കർഷക അവാർഡ് വിതരണവും ഓഗസ്റ്റ് 16, 17, 18, 19 തീയതികളിൽ കോഴിക്കോട് മറൈൻ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച കർഷകർക്കും ആണ് നേരത്തെ പറഞ്ഞത് അവാർഡുകളൊക്കെ തന്നെ വിതരണം ചെയ്ത അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന് മുന്നോടിയായിട്ട് ക്രിസ്ത്യൻ കോളേജ് പരിസരത്തൊന്നും ആരംഭിക്കുന്ന ഏറ്റവും വർണ്ണശബളമായ ഘോഷയാത്ര, അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്നത് കേരളത്തിലെ 35 അഗ്രോ സർവീസ് സെന്ററുകളിലും 200ഓളം കർമ്മസേനകളിലെ ഗ്രീൻ വളണ്ടിയർമാരും പങ്കെടുക്കുന്ന ഏറ്റവും വലിയ മാർച്ച് പാസ്റ്റ് അടക്കമുള്ള ഓരോ ജില്ലയിൽ നിന്നും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് കാർഷിക പ്രവർത്തനങ്ങളുടെ ഏറ്റവും നൂതനവും അതുപോലെ തന്നെ അവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പദ്ധതികളും ഒക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വർണ്ണശബളമായ ഘോഷയാത്ര എല്ലാ ജില്ലയും തമ്മിൽ പങ്കെടുക്കുകയാണ്. ജില്ലകൾ തമ്മിൽ മത്സരങ്ങളുണ്ട്. ഉദ്ഘാടനം 16-ന് വൈകുന്നേരം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, KC ജോസഫ്, PK അബ്ദുറബ്ബ്, മഞ്ഞളാംകുഴി അലി, PK ജയലക്ഷ്മി, കോഴിക്കോട് മേയർ AK പ്രേമജം, MP MK രാഘവൻ തുടങ്ങിയവർ സംബന്ധിക്കും. മികച്ച കർഷകർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട് അനുബന്ധ മേഖലകളിൽ ഉള്ളവർക്കുമുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും. 16-ാം തീയതി മുതൽ കാർഷിക പ്രദർശനവും 17-ാം തീയതി വിവിധ മത്സരങ്ങളും നവ്യ നായരുടെ നൃത്തപരിപാടിയും 18-ാം തീയതി കാർഷിക സെമിനാറും നടത്തും. 19-ാം തീയതിയിലെ സമാപന സമ്മേളനം മന്ത്രി കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സമ്മാനദാനവും സമാപന ചടങ്ങിൽ നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വർണ്ണശബളമായ ഘോഷയാത്ര സംഘടിപ്പിക്കും. നടി മഞ്ജു വാര്യരും ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കും. 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മജീഷ്യനടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. മജീഷ്യൻ ദാമു കോട്ടപ്പള്ളി, മേമുണ്ടയിലെ ഹോട്ടൽ തൊഴിലാളി ശ്രീധരക്കുറുപ്പ്, ഓട്ടോ ഡ്രൈവർ മേമുണ്ട താഴെ കുനിങ്ങോടൻ കണ്ടി കരുണൻ എന്നിവരെയാണ് CI സജു K എബ്രഹാം അറസ്റ്റ് ചെയ്തത്. മാസങ്ങളായി തുടരുന്ന പീഡനം ഒരാഴ്ച മുമ്പാണ് പുറത്തായത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മജീഷ്യൻ ഉൾപ്പെടെ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മജീഷ്യൻ ദാമു കോട്ടപ്പള്ളി എന്ന കോട്ടപ്പള്ളി തയ്യൽമീത്തിൽ ദാമു, മേമുണ്ടയിലെ ഹോട്ടൽ തൊഴിലാളി ചെമ്മരത്തൂർ കിഴക്കയിൽ ശ്രീധരക്കുറുപ്പ്, ഓട്ടോ ഡ്രൈവർ മേമുണ്ട താഴെ കുനിയങ്ങോടൻ കണ്ടി കരുണൻ എന്നിവരെയാണ് വടകര സർക്കിൾ ഇൻസ്പെക്ടർ സജു K എബ്രഹാം അറസ്റ്റ് ചെയ്തത്. ശ്രീധരക്കുറുപ്പ് ജോലി ചെയ്യുന്ന മേമുണ്ടയിലെ ഹോട്ടലിലും ചെമ്മരത്തൂരിലെ ആളൊഴിഞ്ഞ പറമ്പിലുമാണ് പീഡനം നടന്നത്. ഫോട്ടോ മാജിക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വശീകരിച്ച ശേഷം അശ്ലീല ഫോട്ടോ കാണിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. മാസങ്ങളായി തുടരുന്ന പീഡനം ഒരാഴ്ച മുൻപാണ് പുറത്തായത്.
പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ട മേമുണ്ടിയിലെ തയ്യൽക്കാരി വിവരം സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇവർ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിപ്പിച്ച് TC വാങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കെയാണ് വിഷയം പരാതിയായി പോലീസിലെത്തിയത്. പെൺകുട്ടിയും ഉമ്മയും ബന്ധുക്കളും സ്റ്റേഷനിലെത്തി നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത CI നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. മജീഷ്യൻ ദാമുവും ഹോട്ടൽ തൊഴിലാളി ശ്രീധരക്കുറുപ്പും ഓട്ടോ ഡ്രൈവർ കരുണനും പലപ്പോഴായി പീഡിപ്പിച്ചതായി പെൺകുട്ടി പോലീസിൽ മൊഴി നൽകി. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കി. സംഭവം മേമുണ്ടിയിൽ നേരിയ സംഘർഷത്തിനിടയാക്കി. പീഡനത്തിനെതിരെ പ്രതികരണവേദി പതിച്ച പോസ്റ്റർ കീറിയതിന്റെ പേരിൽ വാക്കേറ്റവും ബഹളവും നടന്നു. കോഴിക്കോട് താലൂക്ക് കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കള്ള് ഷാപ്പിന് മുൻപിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗത്തിൽ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി KV സദാശിവൻ മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് താലൂക്ക് കള്ളുചെത്ത് തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കള്ളുഷാപ്പിന് മുൻപിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെയാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത്. പ്രതിഷേധ യോഗത്തിൽ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി KV സദാശിവൻ മുഖ്യപ്രഭാഷണം നടത്തി. നിലവിലുള്ള എല്ലാ നിയമങ്ങളും തൊഴിലാളികൾക്ക് ഗുണകരമായി മാറ്റേണ്ടതിന് പകരം തൊഴിലാളികളെ തന്നെ ഇല്ലാതെയാക്കുന്ന നിയമങ്ങളാണ് രാജ്യത്ത് വരാൻ പോകുന്നത്. മേഖലാ കമ്മിറ്റി കൺവീനർ VK രമേശ്, താലൂക്ക് കമ്മിറ്റി കൺവീനർ K ജനാർദ്ദനൻ, MK മധുപ്രകാശ്, TN സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവായി പ്രഖ്യാപിച്ച കടലുണ്ടി വള്ളിക്കുന്ന് ടൂറിസം മേഖല അധികൃതരുടെ അവഗണനയിൽ കാടുമൂടി നശിക്കുന്നു. മുൻ ഭരണസമിതിയുടെ നിരന്തര സമ്മർദ്ദത്തിനുമേൽ സർക്കാർ അനുവദിച്ച 4 കോടി രൂപ പുതിയ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം നഷ്ടമായിരിക്കുകയാണ്. നിഖിൽ ഈശ്വർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2007 ഡിസംബറിൽ ബിനോയ് വിശ്വം വനം വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് പ്രദേശമായി കടലുണ്ടി പക്ഷി നിരീക്ഷണ കേന്ദ്രം മുതൽ കോട്ടക്കടവ് ടൂറിസം പാർക്ക് വരെയുള്ള 150 ഹെക്ടർ മേഖല പ്രഖ്യാപിച്ചത്. റിസർവിന്റെ സംരക്ഷണത്തിനായി വള്ളിക്കുന്ന് പഞ്ചായത്തിൽ നിന്നും 3ഉം കടലുണ്ടി പഞ്ചായത്തിൽ നിന്നും 2 പേരെയും ഉൾപ്പെടുത്തി 5-അംഗ സമിതി രൂപീകരിച്ചു. ഈ സമിതിയുടെ നിരന്തര പരിശ്രമ ഫലമായി കമ്മ്യൂണിറ്റി റിസർവ് വികസനത്തിനായി സംസ്ഥാന സർക്കാർ 4 കോടി രൂപയും അനുവദിച്ചു. എന്നാൽ ഇതിനിടെ ഭരണം മാറി. 2 പഞ്ചായത്തുകളിലും ഭരണം മാറിയതോടെ പുതിയ സമിതി എന്ന ആവശ്യവും ശക്തമായി. എന്നാൽ പുതിയ സമിതി അധികാരത്തിൽ വന്നതോടെ പദ്ധതി സമർപ്പിക്കുന്നതിലെ അപാകത മൂലം ഫണ്ട് തൽക്കാലം നൽകാനാവില്ലെന്ന് വകുപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെയാണ് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഇക്കോ ടൂറിസം പദ്ധതിയായ വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് സംരക്ഷിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എന്നുള്ള രീതിയിൽ തന്നെ വലിയ താല്പര്യത്തോടു കൂടിയിട്ടാണ് അതിനെ നോക്കിക്കണ്ടതും അതിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിച്ചത്. പക്ഷേ ഗവൺമെന്റ് മാറിയോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള മാനേജ്മെന്റ് പ്ലാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചെങ്കിലും അതിന് യാതൊരുവിധ ഫോളോ അപ്പും നിലവിലുള്ള UDF ഗവൺമെന്റ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നീട് വന്നിട്ടുള്ള കമ്മിറ്റി അതിന്റെ മാനേജ്മെന്റ് പ്ലാൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഒന്നും നടന്നില്ല. ഗവൺമെന്റ് ഇടപെടാതെ എന്ത് നടക്കാൻ? നിലവിൽ ജനങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക കണ്ടൽവനമാണ് വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിൽ ഉൾപ്പെടുന്നത്. നിഖിലീശ്വർ, മലപ്പുറം. ബസ് ജീവനക്കാരെ ദ്രോഹിക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ 20-ന് ജില്ലയിൽ ബസ് പണിമുടക്കം. ഓപ്പറേഷൻ ഡ്രൈവിനെതിരെയാണ് സമരം. സ്വകാര്യ ബസ് മേഖലയെയും തൊഴിലാളികളെയും പൂർണ്ണമായും തകർക്കുന്ന ഏകപക്ഷീയമായ നിലപാടിനെതിരെയാണ് പണിമുടക്കമെന്ന് സംയുക്ത യോഗം പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് 16 മുതൽ ആരംഭിക്കാനിരിക്കുന്ന ഓപ്പറേഷൻ ഡ്രൈവിൽ പ്രതിഷേധിച്ച് 20 മുതൽ ജില്ലയിൽ ബസ് പണിമുടക്ക് നടത്തുവാൻ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും ബസ് ഉടമസ്ഥാ സംഘം പ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. ബസ്സുകൾക്ക് നേരെ ഇപ്പോൾ അനാവശ്യ പരിശോധനകളും ശിക്ഷാ നടപടികളുമാണ് നടക്കുന്നത്. കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് 16 മുതൽ വാഹന പരിശോധന നടത്താനുള്ള തീരുമാനമെന്നും യോഗം കുറ്റപ്പെടുത്തി. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MK സുരേഷ് ബാബു അധ്യക്ഷനായ യോഗത്തിൽ ജനറൽ സെക്രട്ടറി TM ദാമോദരൻ, ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സെക്രട്ടറി രാധാകൃഷ്ണൻ, വടകര സെക്രട്ടറി ഗോപാലൻ നമ്പ്യാർ, ട്രേഡ് യൂണിയൻ നേതാക്കളായ KC രാമചന്ദ്രൻ, T ബാലൻ നായർ, മീനത്ത് മൊയ്തു, P പരമേശ്വരൻ, ബിജു ആന്റണി, PK നാസർ എന്നിവർ പങ്കെടുത്തിരുന്നു. റോഡിന്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിൽ 18-ന് ബസ് സർവീസ് നിർത്തിവെച്ച് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്.
25 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാലുശ്ശേരി കോഴിക്കോട് മേജർ റോഡിന്റെ പകുതിയിലധികവും പൊട്ടിപ്പൊളിഞ്ഞും കുണ്ടും കുഴിയുമായ നിലയിലാണ്. ഇതുമൂലം 1 മണിക്കൂർ യാത്രാ സമയം വേണ്ടിയെടുത്ത് 1.5 മണിക്കൂറോളം സമയം ചെലവിടേണ്ട സ്ഥിതിയാണെന്നും ജീവനക്കാർ പറയുന്നു. ക്ലീനർമാർക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്നുള്ള അധികൃതരുടെ ആവശ്യം പുനഃപരിശോധിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിലും നരിക്കുനി പൈമ്പ്ര പട്ടർപാലം റൂട്ടിലും ബസ്സുകൾ പണിമുടക്കും. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. ഓരോ യഥാർത്ഥ പട്ടിനു പിന്നിലും ഒരു കഥയുണ്ട്. അവ കണ്ടെത്തുവാൻ ലോകത്തിന്റെ ഏത് കോണിലും ചെന്നെത്തുന്ന ഒരു വ്യക്തിയുമുണ്ട്. അദ്ദേഹത്തിന് കരുത്തേകുവാൻ ഒട്ടേറെ നെയ്ത്ത് ഗ്രാമങ്ങളുണ്ട്. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച നെയ്ത്തുകാരുണ്ട്. ഓരോ പട്ടും അനശ്വരമാക്കുവാൻ പരമ്പരാഗത കലാകാരന്മാരുണ്ട്. ആ പട്ടിനൊരു പേരുണ്ട്, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ടിന്റെ കഥ. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. അധികൃതരുടെ ശ്രദ്ധക്കുറവും ഏകോപനമില്ലായ്മയും മൂലം മാറാട് പ്രദേശത്ത് സദുദ്ദേശത്തോടെ നടപ്പിലാക്കിയ സ്പർശം പദ്ധതി നാശത്തിലേക്ക്. 2011 അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന PB സലീം മുൻകൈയെടുത്ത് നടപ്പാക്കിയ പദ്ധതിയാണ് തുടർന്നുള്ള ഉദ്യോഗസ്ഥർ അവഗണിച്ചത്. നിലവിലെ കളക്ടർ 2ാം ഘട്ട പദ്ധതി മന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചെങ്കിലും ഒന്നും നടന്നിട്ടില്ല. മനസ്സിലെ മതിലുകൾ വേർതിരിച്ചു നിർത്തിയവരെ ഒരുമയുടെ നൂലിൽ കോർത്തിണക്കുന്നതിനായി മാറാട് ആവിഷ്കരിച്ച സ്പർശം പദ്ധതി അധികൃതരുടെ കരുണയില്ലായ്മയെ തുടർന്ന് പ്രതിസന്ധിയിലാവുന്നു. 2011 മെയ് 11 മാറാട്ടെ കടലോരത്ത് സ്പർശത്തിന്റെ 5 യൂണിറ്റുകൾ ആരംഭിച്ചത്. അന്നത്തെ കോഴിക്കോട് കളക്ടറായിരുന്ന ഡോക്ടർ PB സലീമിന്റെ താൽപര്യാർത്ഥം തുടങ്ങിയ പദ്ധതി ദിവസങ്ങൾക്കകം തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മാറാട്ടെ അകന്ന മനസ്സുകളിൽ സ്നേഹസ്പർശം സൃഷ്ടിക്കുക എന്നതുകൂടി പദ്ധതിയുടെ ജില്ലാ ഭരണ നേതൃത്വം ലക്ഷ്യമിട്ടിരുന്നു. ചെരുപ്പ്, ടൈലറിംഗ്, ബുക്ക് ബൈൻഡിംഗ്, സ്ക്രാപ്പ്, കൂൺ കൃഷി എന്നീ 5 യൂണിറ്റുകളിലെ 250 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വേണ്ടത്ര ശ്രദ്ധ അധികൃതരുടെയും മറ്റും ഭാഗത്തുനിന്ന് ഇല്ലാതായതോടെ ചെരുപ്പ് നിർമ്മാണ യൂണിറ്റ് ഒഴികെ മറ്റെല്ലാം കണ്ണടച്ചു. ഇപ്പോൾ ചെരുപ്പ് യൂണിറ്റിൽ 26 പേർ മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ യൂണിറ്റിൽ അലങ്കാര മത്സ്യകൃഷിയുടെ പ്രാരംഭ നടപടികൾ നടന്നെങ്കിലും ഇന്നും ഒന്നുമാകാത്ത സ്ഥിതിയാണ്. കാലവർഷത്തോടനുബന്ധിച്ചുണ്ടായ ശക്തമായ കാറ്റിൽ സ്പർശം യൂണിറ്റിന്റെ മേൽക്കൂരകൾ ചിലയിടത്ത് പാറിപ്പോയിട്ടുണ്ട്. കടലിലെ ഉപ്പുകാറ്റിൽ പല ഭാഗങ്ങളും തുരുമ്പെടുത്ത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികൃതരുടെ ശ്രദ്ധക്കുറവും ഏകോപനത്തിലെ പിഴവുമാണ് സ്പർശത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കരകൗശല വികസന കോർപ്പറേഷന്റെ ഓണം ഫെയർ 2014 ജയ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. പോലീസ് കമ്മീഷണർ AV ജോർജ് IPS ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന MP രമേശിന് നൽകി ഇൻകം ടാക്സ് കമ്മീഷണർ PN ദേവദാസ് നിർവഹിച്ചു. മേള സെപ്റ്റംബർ 6 സമാപിക്കും. കേരള കരകൗശല വികസന കോർപ്പറേഷന്റെ കോഴിക്കോട് ശാഖയായ കൈരളിയുടെ ഓണം ഫെയറിന് കണ്ടംകുളം ജയ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി.
കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും ഒട്ടനവധി കരകൗശല കലാകാരന്മാർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മേന്മയേറിയ കുത്താമ്പുള്ളി കൈത്തറി മുണ്ടുകൾ, കൈത്തറി സാരികൾ, ബെഡ്ഷീറ്റുകൾ, സോഫ കവറുകൾ, ജയ്പൂർ, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഉടുപ്പുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, തിരുപ്പൂർ ഗാർമെന്റ്സ്, പാലക്കാടൻ കത്തികൾ, പേരുകേട്ട പാലക്കാടൻ മൺപാത്രങ്ങൾ, ചിരട്ടയിൽ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, സെമി പ്രീഷ്യസ് സ്റ്റോൺ ജ്വല്ലറി, ഹൈദരാബാദ് പേൾസ്, ശിഷാംവുഡ് മുള, ഈട്ടി എന്നിവയിൽ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, ലെതർ ഹാൻഡ്ലൂം ബാഗുകൾ, ഡൽഹി കുർത്ത, പൈജാമ, ഡ്രസ് മെറ്റീരിയലുകൾ, ആറന്മുള കണ്ണാടി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കരകൗശല മേളയിൽ ലഭ്യമാണ്. ഉദ്ഘാടനം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ് IPS നിർവഹിച്ചു. പ്രഥമ വിൽപ്പന ഇൻകം ടാക്സ് കമ്മീഷണർ PN ദേവദാസ് കൊച്ചിൻ ബേക്കറി ഉടമ MP രമേഷിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. കരകൗശല വികസന കോർപ്പറേഷൻ ഡയറക്ടർ കരിമ്പുഴ രാമൻ, രമില സുഖദേവ്, മാനേജർ മോഹൻദാസ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സെപ്റ്റംബർ 6 വരെ നീണ്ടുനിൽക്കുന്ന മേളയിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% വരെ ഗവൺമെന്റ് റിബേറ്റ് ഉണ്ടായിരിക്കും. നിർധനനും നിത്യരോഗിയുമായ മനോജ് കാരുണ്യമതികളുടെ അനുകമ്പ തേടുന്നു. മാറാരോഗത്തിൽ നിന്നും ജീവിതം തിരിച്ചുപിടിക്കാൻ ബേപ്പൂരിലെ നല്ലവരായ നാട്ടുകാരും മനോജിനൊപ്പമുണ്ട്. നാടിന്റെ നാനാഭാഗത്തു നിന്നും സഹായ വാഗ്ദാനങ്ങളും പ്രാർത്ഥനകളും മനോജിനോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ. ബേപ്പൂർ അരിക്കനാട്ട് മനോജ് രോഗബാധിതനായി ചികിത്സയിലും കിടപ്പിലുമാണ്. കോഴിക്കോട്ടെ പ്രശസ്ത ഡോക്ടർമാരുടെ ചികിത്സയ്ക്കു ശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തെ RCCയിലെ ചികിത്സയിലാണ്. ഒരു സാധാരണ കെട്ടിട നിർമ്മാണ തൊഴിലാളിയും കുടുംബനാഥനുമായ മനോജിന് തൊഴിലില്ലാത്ത വരുമാന മാർഗങ്ങളൊന്നുമില്ല. അമ്മയും ഭാര്യയും 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഭാരിച്ച ചിലവുകൾ മൂലം ഇപ്പോൾ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കടത്തിലുമാണ്. രോഗം പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാം എന്ന ഡോക്ടറുടെ ഉറപ്പിന്മേലാണ് നല്ലവരായ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ചികിത്സാ കമ്മിറ്റി രൂപം നൽകിയത്. ചെയർമാൻ T ഉണ്ണികൃഷ്ണൻ, ട്രഷറർ T ചന്ദ്രസേനൻ തോട്ടുങ്ങൽ, കൺവീനർ T മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമായുള്ള സഹായം നൽകുവാൻ SPT ബേപ്പൂർ ശാഖയിൽ അക്കൗണ്ട് നമ്പർ 6728737796 എന്ന നമ്പറിൽ ഒരു അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെടുകയോ സഹായ കമ്മിറ്റിയെ നേരിട്ടോ 9895134510 എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. രാമകഥയുടെ ദൃശ്യാവിഷ്കാരം ഒരുക്കി ഒരു വിദ്യാലയം. രാമായണത്തിന്റെയും സംസ്കൃത ദിനാചരണത്തിന്റെയും ഭാഗമായാണ് AKKR ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും ചേർന്ന് രാമായണ കഥാപാത്രങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയത്. രാമായണ കഥാപാത്രങ്ങളുടെ വേഷമണിഞ്ഞ കുട്ടികൾ ചേളന്നൂർ AKKR ബോയ്സ് ഗേൾസ് ഹൈസ്കൂളിലെ ക്ലാസുകളിലെത്തിയപ്പോൾ ത്രേതായുഗ സ്മരണകൾ ഉണർന്നു. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, രാവണൻ, ഹനുമാൻ, താടക, ഊർമിള, വസിഷ്ഠൻ തുടങ്ങി രാമായണത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും കുട്ടികൾ അവതരിപ്പിച്ചു. സ്കൂളിലെ സംസ്കൃതം ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന രാമായണ മാസാചരണത്തിന്റെയും സംസ്കൃത ദിനാചരണത്തിന്റെയും ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർക്കടക മാസാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഔഷധക്കഞ്ഞി നൽകുന്നുണ്ട്. ഫാസ്റ്റ് ഫുഡിന്റെ അപകടങ്ങളെക്കുറിച്ചും പരമ്പരാഗത ഭക്ഷണരീതികളുടെ മേന്മയെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. സമാപന ചടങ്ങിൽ AK സരോജിനി അധ്യക്ഷം വഹിച്ചു. CV ഗിരിജാമ്മ, VK രാജേഷ്, കലാമണ്ഡലം സത്യവ്രതൻ, ജോർജ് ദാസ്, VV ഉഷാകുമാരി, KP ഗിരിജ, V ജയലാൽ എന്നിവർ സംസാരിച്ചു. കാഫിറ്റിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് IT വിദഗ്ധരുടെ സംഗമം ഹോട്ടൽ താജ് ഗേറ്റ്വേയിൽ നടന്നു. സ്കോട്ടിഷ് ഡെവലപ്മെന്റ് ഇന്റർനാഷണലിന്റെ വെസ്റ്റേൺ സൗത്ത് ഏഷ്യ ഡയറക്ടർ ഹെമിൻ ബെറൂച്ച മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയിൽ നിന്നുമുള്ള സംരംഭകർക്ക് കടന്നുവരാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യമാണ് സ്കോട്ട്ലൻഡ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഗെയിമിംഗ് മേഖലയിൽ ഏറ്റവുമധികം വ്യാവസായിക വളർച്ച കൈവരിക്കുന്ന രാഷ്ട്രങ്ങളിലൊന്നായ സ്കോട്ട്ലാൻഡ് ഇന്ത്യയിൽ നിന്നുള്ള IT സംരംഭകർക്കായി ഒരുക്കുന്നത് മികച്ച അവസരങ്ങളെന്ന് സ്കോട്ടിഷ് ഡെവലപ്മെന്റ് ഇന്റർനാഷണലിന്റെ വെസ്റ്റേൺ സൗത്ത് ഏഷ്യ ഡയറക്ടർ ഹെമിൽ ബെറൂച്ച. കാഫ്റ്റിന്റെ നേതൃത്വത്തിൽ IT മേഖലയിലെ യുവ സംരംഭകരും സ്കോട്ടിഷ് ഡെവലപ്മെന്റ് ഇന്റർനാഷണൽ പ്രതിനിധികളുമായി സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗെയിമിംഗ് എന്ന വിഷയത്തിൽ ലോകത്തിലാദ്യമായി PG കോഴ്സ് ആരംഭിച്ചത് സ്കോട്ട്ലൻഡിലെ ആംബർട്ടെ യൂണിവേഴ്സിറ്റിയാണ്. ഗെയിമിംഗ് വ്യവസായ രംഗത്തെ സ്കോട്ടിഷ് കമ്പനികൾ പ്രതിവർഷം 15 മുതൽ 20% വരെ വാർഷിക വളർച്ചയാണ് കൈവരിക്കുന്നത്. ഇന്ത്യയിലെ സാങ്കേതിക രംഗത്തെ സംരംഭകർ ഈ മേഖലയുടെ വ്യാവസായിക സാധ്യതകൾ ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. എല്ലാ വ്യവസായ മേഖലകളിലെയും സംരംഭകർക്ക് SDI മികച്ച പിന്തുണ നൽകുന്നുണ്ട്. ഇന്ത്യയിൽ ഡൽഹിയിലും മുംബൈയിലും ഹൈദരാബാദിലും ഓഫീസുകളുണ്ട്. സ്കോട്ട്ലാൻഡ് സർക്കാർ സംരംഭകർക്കും നിക്ഷേപകർക്കും നൽകുന്നത് ആകർഷകമായ നികുതി ഇളവുകളാണ്. ഇന്ത്യയിൽ നിന്നുള്ള സംരംഭകർക്ക് കടന്നുവരാൻ ഏറ്റവും അനുയോജ്യമായ രാജ്യമാണ് സ്കോട്ട്ലാൻഡ് എന്നും അദ്ദേഹം പറഞ്ഞു. പുനിത നന്ദ, MT രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ഓഗസ്റ്റ് 20-ന് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിക്കുന്ന കർഷക തൊഴിലാളി സത്യാഗ്രഹ സമരത്തിന്റെ മുന്നോടിയായി സംഘടിപ്പിച്ച തെക്കൻ വടക്കൻ പ്രചരണ ജാഥകൾ സമാപിച്ചു. കൊയിലാണ്ടിയിൽ നടന്ന സമാപന യോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി സുന്ദരൻ അധ്യക്ഷനായിരുന്നു. പെൻഷനും ക്ഷേമനിധിയും സംരക്ഷിക്കാൻ 20-ന് കളക്ടറേറ്റിന് മുൻപിൽ ആരംഭിക്കുന്ന കർഷക തൊഴിലാളികളുടെ സത്യാഗ്രഹ സമരത്തിന്റെ മുന്നോടിയായി ജില്ലയിലെങ്ങും ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി KSKTU ജില്ലാ ജാഥകൾ കൊയിലാണ്ടിയിൽ സമാപിച്ചു. RP ഭാസ്കരൻ നയിച്ച വടക്കൻ ജാഥയും ജില്ലാ പ്രസിഡന്റ് TK കുഞ്ഞിരാമൻ നയിച്ച തെക്കൻ ജാഥയുമാണ് കൊയിലാണ്ടിയിലെ സമാപന കേന്ദ്രത്തിലെത്തിയത്. ബുധനാഴ്ച രാവിലെ കൂരാച്ചുണ്ടിൽ നിന്നാണ് വടക്കൻ മേഖലാ ജാഥ പര്യടനം ആരംഭിച്ചത്. കൂട്ടാലിട, വട്ടോളി ബസാർ, കോക്കല്ലൂർ, അത്തോളി, ഉള്ളിയേരി, കാവിൽ, കുരുടിവീടുമുക്ക്, കീഴരിയൂർ, തുറയൂർ, പയ്യോളി, തിക്കോടി, മൂടാടി കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. തെക്കൻ മേഖലാ ജാഥ കാക്കൂരിൽ നിന്നാരംഭിച്ച് കുമാരസ്വാമി, നരുക്കിനി, പൈമ്പാലശ്ശേരി, കുരുവട്ടൂർ, കക്കോടി ബസാർ, കാരപ്പറമ്പ്, പുതിയങ്ങാടി, അന്നശ്ശേരി, തിരുവങ്ങൂർ, പൊയിൽക്കാവ് എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. ജാഥ ലീഡർമാർക്കൊപ്പം C. ബാലൻ, E. രമേശ് ബാബു, KK ദിനേശൻ, MN ദാമോദരൻ, K. ബാബു എന്നിവർ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. സമാപന യോഗത്തിൽ കൊയിലാണ്ടിയിൽ സ്വാഗത സംഘം ചെയർമാൻ വി സുന്ദരൻ അധ്യക്ഷനായി. K. കുഞ്ഞമ്മദ് MLA, KK ദിനേശൻ, RP ഭാസ്കരൻ, TK കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. വാർത്തകൾ തുടരുന്നു. മീഞ്ചന്ത മാറാട് റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് CPIM ധർണ നടത്തി. മീഞ്ചന്ത മേൽപ്പാലത്തിന് സമീപം നടത്തിയ ധർണ കൌൺസിലർ T. ഹസൻ ഉദ്ഘാടനം ചെയ്തു. മീഞ്ചന്ത മാറാട് ഓൾഡ് ബേപ്പൂർ റോഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് CPIM ധർണ നടത്തി. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്ത PWDയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് CPIM നേതൃത്വത്തിൽ ധർണ നടത്തിയത്. മീഞ്ചന്ത മേൽപ്പാലത്തിന് സമീപം നടത്തിയ ധർണ കൌൺസിലർ T. ഹസൻ ഉദ്ഘാടനം ചെയ്തു. അത് യഥാസമയം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ മഴക്കാലത്തുണ്ടായ ദുർഗതി ഉണ്ടാകുമായിരുന്നില്ല. M. ബിജുലാൽ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ CP മുസാഫർ അഹമ്മദ്, പൊന്നത്ത് ദേവരാജൻ, MK സ്വാമിനാഥൻ, KV ശിവദാസൻ, മേലോടി നാരായണൻ, K. സജീവോത്തമൻ, TP അസീസ് എന്നിവർ പ്രസംഗിച്ചു. കാഴ്ചക്കുറവും കണ്ണട ധരിക്കുന്നതും കാരണം പോലീസ്, സൈന്യം തുടങ്ങിയവയിലെ നിയമനങ്ങളിൽ അയോഗ്യരാക്കപ്പെട്ടവർക്ക് സന്തോഷ വാർത്ത. ലാസിക് ചികിത്സ വഴി യോഗ്യത ലഭ്യമാവാൻ പുതിയ സംവിധാനം ഒരുക്കുകയാണ് കോംട്രസ്റ്റ് കണ്ണാശുപത്രി. 10 മിനിറ്റ് മാത്രം നീളുന്ന ചികിത്സ കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ സാധാരണ ജോലികളിൽ ഏർപ്പെടാം. കാഴ്ച വൈകല്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കുന്നതിനുള്ള ലാസിക് ചികിത്സാ വിഭാഗം കോഴിക്കോട് കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ ആരംഭിച്ചു. മറ്റ് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ചെലവാകുന്നതിന്റെ 60% തുക മാത്രം ഈടാക്കി സാധാരണക്കാരന് ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുരേഷ് പുത്തലത്തെ, മാനേജിംഗ് ട്രസ്റ്റി MG ഗോപിനാഥ് എന്നിവർ പറഞ്ഞു. ജർമ്മൻ നിർമ്മിതമായ അത്യാധുനിക ലാസിക് ചികിത്സാ സാങ്കേതിക വിദ്യ ഉത്തര കേരളത്തിൽ ആദ്യമായാണ്. കാഴ്ചക്കുറവും കണ്ണട ധരിക്കുന്നതും കാരണം പോലീസ്, സൈന്യം തുടങ്ങിയവയിലെ നിയമനങ്ങളിൽ അയോഗ്യരാക്കപ്പെട്ടവർക്ക് ഈ സംവിധാനം വഴി യോഗ്യത നേടാം. 10 മിനിറ്റ് മാത്രം നീളുന്ന ചികിത്സ കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ സാധാരണ ജോലികളിൽ ഏർപ്പെടാം. ചികിത്സയ്ക്ക് ശേഷം പ്രത്യേക മുറിവുകളോ കലകളോ ഉണ്ടാകില്ല. 150-ലധികം നേത്രവിദഗ്ധരെ പങ്കെടുപ്പിച്ച് 17-ന് ലാസിക് ശസ്ത്രക്രിയയെക്കുറിച്ച് ഒരു തുടർ വിദ്യാഭ്യാസ പരിപാടിയും ആശുപത്രി സംഘടിപ്പിച്ചതായും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡിസംബർ മാസത്തിൽ കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന ദേശീയ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി സംസാരിച്ചു. 13ാമത് ദേശീയ സീനിയർ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഡിസംബറിൽ കോഴിക്കോട്ട് തുടക്കമാകും. ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ ചേർന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 1000-ഓളം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഭക്ഷണം, താമസം തുടങ്ങി എല്ലാവിധ സൌകര്യങ്ങളും മത്സരാർത്ഥികൾക്ക് നൽകുന്നതിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. NV ബാലകൃഷ്ണ മാരാർ ചെയർമാനും ടെന്നീസ് വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി TM അബ്ദുറഹ്മാൻ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനുമായി യോഗം തിരഞ്ഞെടുത്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, ടെന്നീസ് വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ V. ഗബ്രിയേൽ, ദാസൻ, VM മോഹനൻ, PT സുനിൽ, നൂർ മുഹമ്മദ്, K. നിഖിൽ, K. രാമദാസ്, PV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോഗോൺ www.jillavartagal.com. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ഫ്രീഡം വായ്പാ പദ്ധതിയിൽ 1000 വനിതകൾക്ക് ഇരുചക്ര വാഹനം നൽകും. വാഹനം കൈമാറുന്ന ചടങ്ങ് ഓഗസ്റ്റ് 17 സാമൂതിരി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. മേയർ ഉദ്ഘാടനം ചെയ്യും. ആദ്യ താക്കോൽദാനം സഹകരണ സംഘം രജിസ്ട്രാർ ലളിതാംബിക IAS നിർവഹിക്കുമെന്ന് ചെയർമാൻ CN വിജയകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള 16 മുതൽ സെപ്റ്റംബർ 6 വരെ കോഴിക്കോട് പാവമണി റോഡിലെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി കോമ്പൗണ്ടിൽ നടക്കും. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ജില്ലാ കൈത്തറി വികസന കമ്മിറ്റിയുടെയും സഹകരണത്തോടെയാണ് മേള. ഔപചാരിക ഉദ്ഘാടനം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ നിർവഹിക്കുമെന്ന് മനേത്ത് ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഹദത്തെ ഇസ്ലാമി കേരള ഘടകം സത്യം സാക്ഷ്യം ജനനന്മയ്ക്ക് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 16 ശനിയാഴ്ച വൈകുന്നേരം കോഴിക്കോട് ടൗൺ ഹാളിലാണ് സെമിനാർ നടക്കുക. വഹദത്തെ ഇസ്ലാമി അഖിലേന്ത്യാ കൂടിയാലോചന സമിതി അംഗം ഖലീൽ ആബിദി ഉദ്ഘാടനം ചെയ്യും. വടകര കരിമ്പുരത്തോട് മാലിന്യമുക്തമാക്കും വരെ തോട് സംരക്ഷണ സമിതിയുടെ പ്രക്ഷോഭം തുടരുമെന്ന് ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംരക്ഷണ സമിതി സമരം നടത്തിയത് MRA ഹോട്ടലിനെതിരെയാണെന്ന് ചില തൽപര കക്ഷികൾ പ്രചരണം നടത്തുകയാണ്. നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷനിലെ മാലിന്യ പൈപ്പ് കരിമ്പിനത്തോട്ടിലേക്ക് തിരിച്ചുവിട്ടതിനെതിരെയാണ് സമിതി പ്രക്ഷോഭവുമായി രംഗത്ത് വന്നത്. നഗരസഭ ഉറപ്പുകൾ ലംഘിച്ചാൽ വീണ്ടും ശക്തമായ സമരം തുടരുമെന്നും ഭാരവാഹികളായ AP പ്രജിത്ത്, K രമേശൻ, P ഗിരീശൻ, KV സജിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനതല കർഷക ദിനാചരണവും കാർഷിക അവാർഡ് വിതരണവും കോഴിക്കോട്ട് 4 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികൾ. മേമുണ്ടയിൽ 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവം മജീഷിനടക്കം 3 പേർ പോലീസ് പിടിയിൽ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെ കള്ളുചെത്ത് തൊഴിലാളികൾ ഷാപ്പിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.